വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ച പപ്പായ കൊണ്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ പപ്പായ ഉണ്ടാവുമല്ലോ. അപ്പോൾ പച്ച പപ്പായ കൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ജ്യൂസ് അടിക്കാൻ സാധ്യതയില്ല. നമ്മളത് പഴുക്കാനിടും, പിന്നെ പക്ഷികൾ വന്നത് കൊത്തി തിന്നും, ചിലപ്പോൾ എടുത്തുനിന്ന് വരും. അപ്പോൾ നമുക്ക് പച്ച പപ്പായ കൊണ്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ പപ്പായ എടുത്തിട്ടുണ്ട്, ഒരു മുറി നാളികേരം, പിഴിഞ്ഞെടുത്ത പാല്, അര കപ്പ് പഞ്ചസാര, 2 ഏലക്ക. ആദ്യം നമുക്ക് ഈ പപ്പായ കട്ട് ചെയ്ത ശേഷം നമുക്കിത് പീൽ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനത് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. നമുക്ക് പപ്പായ ഇടാം. കിടന്ന് തിളച്ച് ഇത് ചെറുതായി ഒരു യെല്ലോ ഷെയ്ഡാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും പപ്പായ കോരിയെടുക്കാം. മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു ചെറിയ ഒരു യെല്ലോ ഷെയ്ഡായിട്ടുണ്ട്. അധികം വേകണ്ട, ഇത്രയും വെന്താൽ മതി. ഉണ്ടോ? ഇനി നമുക്ക് ഇത് ഈ പപ്പായ എല്ലാം വെള്ളത്തിൽ നിന്നും കോരിയെടുക്കാം. ഇത് നമുക്ക് തണുക്കാനായി മാറ്റിവെക്കാം. ഇപ്പോൾ ഇത് നന്നായി ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ഉണ്ടല്ലോ, അതിൻ്റെ തൊണ്ട് കളഞ്ഞ് എടുത്തതാണ് ഞാനത്. അത് ഇടാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇടാം കേട്ടോ. ആദ്യം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പാലൊഴിച്ചരക്കാം. ഇപ്പോൾ ഞാനത് അരച്ചെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. ഇനി നമുക്ക് വീണ്ടും അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അല്പം തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമുക്കിനി ഇത് അല്പം കൂടെ ലൂസാക്കാനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി നാളികേരപ്പാലുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് അല്പം ഐസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച പപ്പായ കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. പപ്പായയുടെ ടേസ്റ്റ് ഒന്നും അറിയില്ല. നമ്മൾ ഇളനീർ ജ്യൂസ് എങ്ങനെയാണോ കുടിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളിത് തണുപ്പിച്ച് വേണം കഴിക്കാൻ. അപ്പോൾ വളരെയധികം ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.